म्यूजिक धमाका। Only on Radio Media Village. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6 സെമി ഫൈനലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾഡ് മലയാളം റൗണ്ടിലേക്ക് ബിനു എം പി എത്തുകയാണ്. ബിനു എം പിനെ സ്വാഗതം ചെയ്യുന്നു. ബിനു എം പി, ഹലോ, വീണ്ടും സ്വാഗതം ഓൾഡ് മലയാളം റൗണ്ടിലേക്ക്. തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത് ഓൾഡ് മലയാളം റൗണ്ടിൽ? യുവജനോത്സവം എന്ന ഫിലിമിലെ ഇന്നും എൻ്റെ കണ്ണുനീരെന്നുള്ള ഇന്നും എൻ്റെ കണ്ണുനീര് എന്ന് പറയുന്ന പാട്ടാണല്ലേ. സോ നമുക്ക് പാട്ട് കേട്ടതിന് ശേഷം തിരികെ എത്താം. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. ഓക്കെ. ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. സ്വർണ്ണമല്ലി നൃത്തമാടും നാളെയുമി പൂവനത്തിൽ തെന്നൽ കൈ ചേർത്തു വയ്ക്കും പൂക്കൂന പൊൻപണം പോ നിൻ പ്രണയ പൂകനിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എന്റെ ഗാനപ്പൂത്തുമ്പികൾ നിന്നതരം തേടി വരും. ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈ വഴിയിലിഴകൾ നീ സാന്ധ്യനീല ശോഭകളിൽ ഞാലിപ്പൂവൻ വാഴപ്പൂക്കൾ തേത്താളിയുയർത്തിടുമ്പോ നീ അരികിലില്ല എങ്കിലെന്തു നിന്റെ നിശ്വാസങ്ങൾ രാഗമാലയാക്കി വരും കാറ്റെന്നെ തഴുകുമല്ലോ.
ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമൂകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഇരുന്ന് പോകാറുണ്ട്, നല്ല രസമായിട്ട്. അത് പാട്ടുകാരുടെ ഗുണം കൊണ്ടായിരിക്കാം, കോമ്പസിഷൻ ആയിരിക്കാം, എന്തായാലും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും ബിനു എം പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജഡ്ജ്മെൻറ്റിലേക്ക് പോകാം. ജിജിൻ സാർ. ബിനു, സാർ, ബിനു എങ്ങനെ പാടിയത് ബിനുവിന് തോന്നുന്നു? നന്നായിട്ട് ചെയ്യാൻ പറ്റി അല്ലേ? നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിനുവിന് പ്രത്യേകിച്ച് ബിനുവിൻ്റെ സൗണ്ടിൽ അല്ലെങ്കിൽ പാടുന്ന ശൈലിയിൽ ബിനു അറിയാതൊരു സംഭവങ്ങളും സംഗതികളും ഒക്കെ മറിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കിടപ്പുണ്ട്. ബിനുവിൻ്റെ ആ വോയിസിനകത്ത് ഒത്തിരി ഗുണമുണ്ട്. വോയിസിൽ ഒത്തിരി സംഗതികളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ബിനു വളരെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഒരു സാഡ് ഫീലുണ്ട് ഇതിന് അല്ലേ? ബിനുവിൻ്റെ പാട്ടിനും അങ്ങനെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഫീല് നമ്മളിലേക്ക് വരിക എന്നാൽ കേൾവിക്കാരനിലേക്ക് ആ ഫീല് കൊടുക്കുക എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ ഇത്. അതിൽ ബിനു വിജയിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ബിനു പാടിയിട്ടുണ്ട്. ബിനുവിന് മുന്നോട്ടും ജീവിതത്തിൽ നല്ല സംഗീത യാത്രകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ്. സാർ, താങ്ക് യു സാർ. ആന്റണി സാറിലേക്ക്. ബിനു ജിജൻ സാർ പറഞ്ഞതുപോലെ മനോഹരമായിട്ട് ഈ പാട്ടും പാടിയിട്ടുണ്ട്. നന്നായിരിക്കുന്നു. ഈ പാട്ടിൻ്റെയൊക്കെ ജോബി സാർ പറഞ്ഞതുപോലെ ഈ പാട്ടിൻ്റെ കമ്പോസിഷൻസിലും ഈ പാട്ടിൻ്റെ വരികളിലും ഈ പാട്ടിൻ്റെ അങ്ങനെ ആ തരത്തിൽ ആ പാട്ട് വളരെ ജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. അതിൻ്റെ ആലാപനത്തിലും അതുപോലെ രവീന്ദ്രൻ മാഷ്, ശ്രീകുമാരൻ തമ്പി കൂട്ടുകെട്ടിലുള്ള ഒരു ഗാനമാണ്. മനോഹരമായിട്ട് പാടി. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇന്നും എൻ്റെ കണ്ണുനീരിൽ ആ 2 ലൈനിൽ അവസാനം കൊണ്ട് നിർത്തുന്ന 2 ലൈൻ ഒന്ന് അത് വിതൗട്ട് ഇൻസ്ട്രുമെൻ്റ് സഹായമൊന്നും ഇല്ലാതല്ലേ, അതൊന്നും 2 ലൈനൊന്നും മൂളാവും. ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഓക്കെ വെൽ ഡൺ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ രണ്ടുപേരുടെയും ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ജഡ്ജ്മെൻ്റാണ് കിട്ടിയത്. ബിൻചേട്ടൻ എന്ത് തോന്നുന്നു? സന്തോഷം. ഇത്രയും പേര് നടത്തിയ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഒപ്പം നിങ്ങളെല്ലാ മെമ്പേഴ്സിനോടും നന്ദി അറിയിക്കാൻ മാത്രമേ ഉള്ളൂ. അതിനോടുകൂടി അനൂപ് സാറിനോടും പറഞ്ഞാൽ തീരത്ത് ഒരുപാട് നന്ദിയുണ്ട്. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6 സെമി ഫൈനലിൽ ഓൾഡ് മലയാളം റൗണ്ടിൽ ഇപ്പോൾ പാടി നിർത്തിയത് ബിനു എം പി ആണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു.